ചേച്ചി, നമുക്ക് പോവണ്ടേ? ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ പോവാണോ? ദേ, ഇതൊന്ന് കുടിച്ചേ. ഇതെന്താ? പായസം. ചോറ് മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതെന്റെ ഏട്ടൻ തന്നു വിട്ടതല്ല കേട്ടോ. ആ, അതങ്ങനെയാ. എന്നോട് പിന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എങ്കിലും ഇതൊക്കെ തന്നു വിട്ടല്ലേ? അതെ, ഇന്ന് അവൻ എന്ത് പറഞ്ഞാലും മിണ്ടാതെ വാങ്ങിക്കോണം. ഇത് ഇത്ര വരെ കൊണ്ടെത്തിച്ചില്ലേ, അപ്പൊ പിന്നെ കുറച്ച് കിട്ടണം. തനു, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ഐ ആം സോറി. എന്റെ തനു, നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ ഫ്രണ്ട്സ് അല്ലേ? നിന്റെ എല്ലാ കാര്യവും എനിക്ക് അറിയുകയും ചെയ്യാം. പിന്നെ എന്തിനാണോ താൻ ഇതെന്നോട് മറച്ചു വെച്ചത്? കണ്ടോ, ഈ മൗനം ഇതാണ് നിനക്ക് തന്നെ ദോഷം ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം, നീ എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, എനിക്കൊരു ഹോപ്പ് തന്നു പോയില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കല്യാണത്തിൽ നിന്നും പിന്മാറാതെ നിന്നതെന്ന് എനിക്കറിയാം. ശരിയാ, നീ എന്നോട് ഇതെല്ലാം വന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ എന്റെ ലവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിഷമിച്ചേനെ. പക്ഷെ അതെല്ലാം കുറച്ചു നേരത്തേക്ക് മാത്രമായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചിരുന്നെങ്കിലോ? നിനക്കെന്നെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുമോ? ഭർത്താവായിട്ട് കഴിയില്ല, എനിക്കറിയാം. അപ്പൊ പിന്നെ നമ്മുടെ ലൈഫ് എന്തായിരിക്കും? ജീവിതകാലം മുഴുവൻ ഒരിക്കലും മനസ്സുകൊണ്ട് ഒരു അടുപ്പമില്ലാത്ത രണ്ടുപേരായി മാറില്ലേ നമ്മൾ രണ്ടുപേരും? കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരുടെ ഇടയിൽ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം. അത് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞത് നിത്യ എന്നോട് അവളുടെ പ്രണയം തുറന്നു പറഞ്ഞപ്പോഴാണ്. ഞങ്ങൾ രണ്ടുപേരും ടൈം സ്പെൻഡ് ചെയ്തപ്പോഴാണ്. നമ്മൾ തമ്മിൽ എത്രയോ തവണ ഒരുമിച്ച് യാത്ര ചെയ്തിരിക്കുന്നു, ഒരുപാട് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് പോലും നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല. നിനക്കതൊന്നും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിനക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലെന്ന് നീ ഇടയ്ക്കിടെ എന്നെ ഓർമ്മിപ്പിച്ചത്. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. അപ്പോ നീ അത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു. കുറഞ്ഞ പക്ഷം ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമായിരുന്നു. പക്ഷെ നീ അതൊന്നും ചെയ്തില്ല. എന്റെ പൊന്നേട്ടാ, മതി. പ്രായത്തിലൊക്കെയായിട്ടും ഇതൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതും ഒരു മിസ്റ്റേക്കാണ്. പിന്നെ എന്റെ ചേച്ചിയെ ഇനി അധികം കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഇനി ഇതെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, ഞാനുണ്ടല്ലോ. ശരി അനിയത്തി, നിന്റെ ചേച്ചിയോടൊന്ന് സ്വയം സ്നേഹിക്കാൻ പഠിക്കാനും കൂടെ പറ, എല്ലാവർക്കും വേണ്ടി ത്യജിക്കുന്നതിന് പകരം. ചേച്ചി, ഈ തിരിച്ചറിവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നതിന് ശേഷം ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരുപാട് വൈകി ബിപിയേട്ടനെ പരിചയപ്പെട്ട് ബിപിയേട്ടനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷേ അതൊന്നും ഞാൻ മനഃപൂർവ്വം ചേച്ചിയിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ചതല്ല. പക്ഷേ ഈ കല്യാണ ചെറുക്കനെ ഞാൻ മനഃപൂർവ്വം തട്ടിയെടുത്തു തന്നെയാണ്. എനിക്ക് മുമ്പേ അറിയായിരുന്നു നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു ബന്ധവുമില്ലെന്ന്. പക്ഷെ എനിക്ക് ബിപിയേട്ടനെ പണ്ടേ ഇഷ്ടമായിരുന്നു. ഞാൻ പതുക്കെ എന്റെ ഇഷ്ടം പറയാൻ തുടങ്ങിയപ്പോഴാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾ കല്യാണത്തിലേക്കും എൻഗേജ്മെന്റിലേക്കും പോയത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ബിപിയേട്ടനോട് എന്റെ ഇഷ്ടം പറയേണ്ടി വന്നത്. എനിക്ക് ചേച്ചിയെ പോലെ എന്റെ ഇഷ്ടം സാക്രിഫൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ കല്യാണ ചെറുക്കനെ തട്ടിയെടുത്തതിൽ ചേച്ചിക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് എനിക്കറിയാം. നിത്യ, നീ കരുത പോലെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല അപ്പോഴും ഇപ്പോഴും. പക്ഷേ ഒരു പരിഭവം ഉണ്ടായിരുന്നു. നീ ഈ കല്യാണ ചെറുക്കനെ തട്ടിയെടുത്തതോടെ അതെല്ലാം പോയി. എന്തായാലും നീ എന്നെ പോലെയല്ല. നിനക്ക് ബിബി പറഞ്ഞ പോലെ ഒരു സെൽഫ് ലവ് ഉണ്ട്. എനിക്ക് നിന്നോട് അതുകൊണ്ട് റെസ്പെക്റ്റാ തോന്നുന്നത്. നീ ചൂസ് ചെയ്ത ആളെ, നിനക്കിഷ്ടമുള്ള ആളെ നേടിയെടുക്കാൻ നീ എല്ലാ മാർഗവും നോക്കിയില്ലേ. പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചില്ല. അതായിപ്പോ ഞാനിപ്പോ പ്രതിക്കോട്ടി നിൽക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം വിട്ടുകൊണ്ട് ഏറ്റവും ശുദ്ധമായ മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റൂ. പക്ഷേ അതുകൊണ്ട് നിനക്ക് നഷ്ടം മാത്രമേ വരുള്ളൂ. അത് ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് ചുറ്റുമുള്ളതെങ്കിൽ തീർന്നു. അല്ലെങ്കിൽ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നടക്കാൻ കൂടെ ആളുണ്ടായിരിക്കണം. എന്തായാലും നീ ഇപ്പൊ ചെന്നപ്പെട്ടത് അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അഭിറാമൊന്നും വേണ്ട, ഈ ചെറുത് മാത്രം മതി നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പോ
ഇനി ഞാൻ ഇറങ്ങാൻ പോവാണ്. ഐ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ബേബി, ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് ടു ബോത്ത് ഓഫ് യു. ബേബേട്ടാ, താങ്ക് യു എല്ലാത്തിനും കൂടെ നിന്നതിന്. അമ്പിടി, ഞാനല്ലേ തിരിച്ച് താങ്ക്സ് പറയേണ്ടത്. ഞങ്ങളെ രണ്ടുപേരും ഡേറ്റിങ്ങിന് വിട്ടത് നിന്റെ ഐഡിയ അല്ലേ? ആ, ഡേറ്റിങ്ങിന് വിട്ടില്ലെങ്കിലും ഈ പെണ്ണുപിള്ള നിങ്ങളെ വളച്ചെടുക്കുന്നത് എനിക്ക് എന്നേ മനസ്സിലായി. കുറെ കാലായില്ലേ പണി തുടങ്ങിയിട്ട്. ചേച്ചിയുടെ വിവരം അറിയാനാണെന്നും പറഞ്ഞ് നിങ്ങളെ വിളിച്ചതെല്ലാം എന്തിനാണെന്ന് വെച്ചിട്ടാ. എടി എടി വേണ്ടാട്ടോ. എന്തായാലും ഇക്കാര്യത്തിൽ എനിക്ക് അഭിറാമിനോട് അസൂയുണ്ട്. ഇതുപോലൊരു സാധനം വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ? രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. വരവ് വെച്ചിരിക്കുന്നേ. അവര് പോയി, നമുക്ക് ഇറങ്ങണ്ടേ? കുഞ്ഞെ, ശരിക്കും എങ്ങനെയാ ഇതിങ്ങനെയൊക്കെ? ഞാൻ നിന്റെ ചേച്ചിയല്ലേ, നീ എന്റെ കൂടെ കുഞ്ഞല്ലേ, കഥ പറഞ്ഞിട്ട് കൂടി. ആഹാ, എന്നെ മയക്കാനുള്ള ട്രിക്കൊക്കെ അറിയാലേ, അതൊക്കെ നന്നായിട്ട് ചേരും. കഥ ഷോർട്ടാക്കി പറ, അല്ലെങ്കിൽ ഇപ്പൊ നീണ്ടു പോകും. ചേച്ചിയുടെ അത്ര അല്ലെങ്കിലും ഒരു മരപ്പൊട്ടം തന്നെയാ നിങ്ങളെ കെട്ടിയാണ്. നിങ്ങളുടെ എൻഗേജ്മെന്റിന്റെ അന്ന് കിടന്ന് മൂങ്ങായിരുന്നു വീട്ടിൽ വന്ന്. അന്ന് അറിയുന്നത് അവന്റെ തനും കമ്പനി ഓണർ തനും ഒരാളാണെന്ന്. അന്ന് ഞാൻ അങ്കിളിനോടെല്ലാം തുറന്നു പറയാന്ന് വിചാരിച്ചതാ. അപ്പൊ ആ മരപ്പൊട്ട് സമ്മതിച്ചില്ല. മാത്രമല്ല എന്നെ കൊണ്ട് സത്യം ഇടിപ്പിച്ചു. ഞാൻ കാരണം സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ആ കല്യാണം മുടങ്ങരുത്, അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ. അവസാനം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് കുളത്തിലിറങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അങ്കിളുടെ ബുദ്ധിയാണോ ഒബ്സർവേഷൻ സ്കില്ലാണോ എന്നെനിക്കറിയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ഫീലിങ്സും അങ്കിളിന് മനസ്സിലായി. എന്നെ കാണാൻ വന്നിരുന്നു കോളേജില്. പിന്നെ ഞങ്ങളുടെ പ്ലാനിങ്ങിനനുസരിച്ചാ കാര്യങ്ങൾ മൂവ് ആയത്. എന്റെ പ്രിൻസിപ്പള് അങ്കിളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഈ മീറ്റിംഗ് കോളേജിൽ തന്നെ അറേഞ്ച് ചെയ്തു. അതുകൊണ്ട് അഭിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളന്ന് ആ പഴയ ബംഗ്ലാവിലേക്ക് വിട്ടില്ലേ, അത് ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു. പക്ഷെ ചീറ്റിപ്പോയി, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇത്രയും ബുദ്ധിയില്ലാത്ത രണ്ടെണ്ണത്തിലല്ലേ അങ്ങോട്ട് വിട്ടത്. നിത്യയുടെ ഫീലിങ്സ് ദിവ്യേട്ടനോടും അങ്കിളിനോടൊക്കെ പറഞ്ഞതിന് ശേഷം അവരും ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങളെ അന്ന് ആ ബംഗ്ലാവിലേക്ക് വിട്ട സെയിം ഡേ നിത്യയും ദിവ്യേട്ടനെയും നിങ്ങൾ ഡേറ്റിങ്ങിന് വിട്ടു. അവര് തെറ്റായി. പക്ഷെ ഞങ്ങൾ വിചാരിച്ച ചേച്ചി തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു. അതുണ്ടായില്ല. നേരെ കല്യാണത്തിലോട്ട്. അവസാനം ഞങ്ങൾ വിചാരിച്ചു ശരി മിണ്ടാതിരിക്കല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ, കുറച്ച് സങ്കടപ്പെടട്ടെ, കല്യാണ മണ്ഡപം വരെ നോക്കാന്ന്. ഇപ്പോഴും പറഞ്ഞു, എവിടെ പറയാൻ. പക്ഷേ മറ്റേ പോട്ടിന്റെ തലേന്നാണെങ്കിൽ ഒരു ബുദ്ധി ഉദിച്ചു. തലേന്ന് ചെന്ന് അങ്കിളിനോട് കാലുപിടിച്ച് പറഞ്ഞു. താനും ചേച്ചി സമ്മതിക്കാതെ അങ്കിളിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ പ്ലാനിങ്ങെല്ലാം അബിയോട് പറഞ്ഞ ചേച്ചിയോട് എന്തായാലും പറയുന്നറിയാം. അതുകൊണ്ട് മിണ്ടിയില്ല. രണ്ടും കൂടെ കുറച്ച് സങ്കടപ്പെടട്ടെ എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അത്ര തന്നെ. കുറച്ച് ദിവസമായിട്ട് ചേച്ചിക്ക് ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കാൻ പറ്റുന്നില്ല അല്ലേ? അനു ചേച്ചി, ഞങ്ങളെ ചെറുതായിട്ട് ചേച്ചി അങ്ങ് പൊക്കിയായിരുന്നു. അനു ചേച്ചിയെ പൊക്കിയ കാര്യവും കാരണവും ഒക്കെ അറിയാമെന്ന് ഞങ്ങള് പറഞ്ഞു. പിന്നെ വൈകിയില്ല, ഞങ്ങളെല്ലാം കൂടെ പോയി അനു ചേച്ചി അങ്ങ് പൊക്കി. പിന്നീടുള്ള എല്ലാ പ്ലാനിങ്ങിലും അനു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പൊ വരും. അങ്ങോട്ട് കൊടുക്കാനോ ഇങ്ങോട്ട് വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങും കൊടുത്തും വാങ്ങി അങ്ങ് സെറ്റിൽ ചെയ്തേക്കണം. എന്നിട്ട് വേണം നമുക്ക് പോവാൻ. ഇതാ വരുന്നു. അപ്പൊ ഞാൻ പോയി പോവാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കട്ടെ. അനു ചേച്ചി, ഓൾ ദി വെരി ബെസ്റ്റ്. സാറോ? അത് നമ്മുടെ കല്യാണം കഴിയുന്നതിന് മുമ്പല്ലേ? ഇപ്പൊ ഞാൻ നിന്റെ ഭർത്താവല്ലേ? ആരുടേട്ടാന്ന് വിളിക്ക് പൊണ്ടാട്ടി. നമ്മുടെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ ഭാര്യ എന്റെ കൈ കിട്ടിയിട്ടേ ഇല്ല.
കോളേജിൽ നിന്ന്. എന്നെ കണ്ട ഓടി സ്ഥലത്ത് പുല്ല് പോലും മുളക്കില്ല. അത് പിന്നെ എന്നെ പേടിപ്പിച്ചിട്ടല്ലേ? ആര് പേടിപ്പിച്ചു? ഞാൻ നിന്നെയാ പേടിക്കണ്ടേ. വീട്ടിൽ പോലും നുഴഞ്ഞു കയറി നീ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോകും. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, സാറല്ലേ എന്നെ ചെയ്തേ. അയ്യോ, മെല്ലെ പറയടി. നാട്ടുകാർ കേട്ട വിചാരിക്കും ഞാൻ നിന്നെ എന്തോ ചെയ്തു. പിന്നെ നിങ്ങൾ എന്റെ ലിപ് കിസ് ചെയ്തില്ലേ? അമ്പടി, എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതും പോരാ, എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാ നിങ്ങളങ്ങ് കിസ് ചെയ്യോ മനുഷ്യ? ഇല്ലല്ലോ, പക്ഷെ നീ വന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിച്ചു പോവും. എന്നാ പിന്നെ കാരണം കൂടെ പറ. അത് ഞാനൊന്ന് പറഞ്ഞില്ലേ? എന്നാലൊന്നുകൂടെ പറ, സീരിയസ് ആയിട്ട്, നല്ല സ്വബോധത്തോടെ. എനിക്ക് ഈ കിരിക്കമ്പട്ടിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. കണ്ടപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവരട്ടെ എന്ന്. എന്നിട്ട് പക്ഷേ ഈ വളർച്ചയെത്താത്ത സ്വഭാവം ആലോചിക്കുമ്പോ ശരിയാവില്ല, പണിയാവും, കുറച്ച് ബുദ്ധി വെക്കട്ടെ എന്നോർത്ത് ഞാൻ മിണ്ടാതിരുന്നതാ. പിന്നെന്തിനാ ഇപ്പൊ പറഞ്ഞേ? അല്ല, നിനക്ക് നിന്റെ ബ്രദറിനെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ എന്റെ ജീവനാണെന്ന്? അതിപ്പോ മനസ്സിലായി. നീ അവനെ തോക്കാൻ വിട്ടു കൊടുക്കില്ല, സങ്കടപ്പെടാൻ വിടില്ല എന്നൊക്കെ. ഇങ്ങനെ ഒരു അനിയത്തി കിട്ടാൻ ഭാഗ്യം വേണം. ആ ഭാഗ്യം കിട്ടാത്ത ഒരാളാണ് ഞാൻ. എന്റെ അമ്മയ്ക്കും ഒരു പെൺകുട്ടിയെ കിട്ടിയ കൊള്ളാന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിടത്തുനിന്ന് എടുത്തോണ്ട് പോവാന്ന് വിചാരിച്ചു. നിന്നെ ഞാൻ കെട്ടാൻ പോവാന്ന്. ആണല്ലോ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അഭി സമ്മതിക്കണ്ടേ? അവനവന്റെ പെങ്ങളെ തരുമെന്ന് നേരിട്ടൊന്ന് ചോദിച്ചു നോക്ക്. അതൊക്കെ എനിക്ക് തരാന്ന് എപ്പോഴേ പറഞ്ഞല്ലോ. ഇതൊക്കെ എപ്പോ? അതൊക്കെ പറഞ്ഞു. ആദ്യം നീ പോയി പഠിച്ച് നല്ലൊരു ഡോക്ടറാവാൻ നോക്ക്. അതൊക്കെ ഞാനാവും. ഓവേ, എന്നാ എനിക്ക് തന്നിട്ട് പോ. അയ്യോടാ, കേൾക്കാൻ വിട്ടിക്കുന്നാണോ? എന്നാ ഞാൻ തരാം. ഇവിടെ ഇവിടെ ഇരിക്കെ. സത്യത്തിലും വേണ്ടെന്നാ? അയ്യോ, ഈ ചുണ്ട്. അത് സാരില്ല, അങ്ങനെ അങ്ങ് പോയാലോ? നടക്കുമ്പോ ഭയങ്കര ജാടയായിരുന്നല്ലോ, ഇപ്പൊ എന്താ അപ്പൊ പോയോ? ഇങ്ങനെ പേടിക്കണം. ചേച്ചി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അബി, കഴിഞ്ഞില്ലേ നിന്റെ അറേഞ്ച്മെന്റ്സ്? കൊള്ളാം, നീറ്റായിട്ടുണ്ട്. എന്താ നീ മിണ്ടാത്തെ? ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. കഴിയുന്നു. കഴിയുന്നോ? നിനക്ക് ഭ്രാന്താണോ ചേട്ടാ? ഇതിപ്പോ തൽക്കാലത്തേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതല്ലേ. ഇനി സമയമെടുത്ത് നാളെയോ മറ്റന്നാളോ ശരിക്കും അറേഞ്ച് ചെയ്താ പോരെ? ഇത് തന്നെ നിനക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമാണോ? പിന്നെ പുതിയൊരിടത്തേക്ക് താമസം മാറ്റുമ്പോ ഇങ്ങനെ അരങ്കോലപ്പെട്ട് കിടന്നോ? ഇങ്ങനെ കിടന്നുറങ്ങും? അവന്റെ ഒരു കാട്ടിക്കൂട്ടല് മനഃപൂർവ്വം ഡിലേ ആക്കുന്നത് കണ്ടില്ലേ? അബി, നീ എന്താ മുഖത്ത് നോക്കി സംസാരിക്കാത്തെ? നീ ഭയങ്കര ഓവറാട്ടോ അബി. എന്താടി നിനക്ക്? മാങ്ങാത്തുലി എന്നെ കൊണ്ട്. എന്റെ അബി, നമ്മൾ ആദ്യമായിട്ടാണോ വീട് മാറുന്നത്? എത്ര തവണ നമ്മൾ വീട് മാറിയിട്ടുണ്ട്. അന്നെല്ലാം വെൽ അറേഞ്ച്ഡ് ആയിട്ടാണോ നീ കിടന്നുറങ്ങിയത്? അതൊക്കെ റെന്റഡ് ഹൗസ് ആയിരുന്നില്ലേ? അതൊക്കെ റീഅറേഞ്ച് ചെയ്യുന്നതിനും മാറ്റം വരുത്തുന്നതിനും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിപ്പോ സ്വന്തമായിട്ടൊരു ഹൗസ് കിട്ടുമ്പോ അത് കുറച്ച് നീറ്റ് ആൻഡ് അറേഞ്ച്ഡ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആയിക്കോട്ടെ, എനിക്കറിയാം നിന്റെ OCD അല്ല, പക്ഷെ അത് ഇന്ന് തന്നെ ചെയ്യണോടാ കാലമാടാ. ഇന്നല്ലാതെ പിന്നെ എന്നെയും? ഇതിപ്പോ വൈകി, ഇന്നലെയല്ല നമ്മുടെ കയ്യിൽ വീട് കിട്ടിയത്. അത് ഇന്നലെ ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നെല്ലാം ചെയ്യുന്നു. ഇവനങ്ങോട്ട് ഈ പിടിതരാതെ ഓടുന്നേ. എനിക്ക് നിന്റെ ഐഡിയ ഒക്കെ മനസ്സിലായി. അധികം ജാട എടുക്കണ്ട. അധികമായാലേ അമൃതം വിഷ. ജാടയോ? ആർക്ക്? എനിക്കോ?
ഓവർ ആക്ട് ചെയ്ത് ചെലവാക്കാതെ കിച്ചണിലോട്ട് വാ. പാലൊക്കെ കാച്ചി നല്ലൊരു തുടക്കാവട്ടെ. ഇവളെന്താ അമ്മായിയമ്മയോ? ഇന്നലെ വരെ 5 വയസ്സിന്റെ ബുദ്ധിയായിരുന്നു, ഇന്നിപ്പോ ഇതാ 50 വയസ്സ്. ഇനി ഇതാണോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ? ഇതെന്താ ഇങ്ങനെ? ഇതെന്താ ഈ സ്റ്റവും കൂടെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതൊന്നും അറിയില്ലല്ലേ? ഇതാണ് പാല് കാച്ചൽ. ഇതെന്താ പാല് ബോയിൽ ചെയ്യുന്നതിന് ഇത്ര വലിയ ഡെക്കറേഷൻസ് ഒക്കെ വേണോ? അതോ നിങ്ങളുടെ നാട്ടില് ഫസ്റ്റ് നൈറ്റിന് ഇങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ടോ? പിന്നെ അബിയോട് ചെന്ന് ചോദിക്കണേ, അവൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. ചാറ്റ് നേരത്തെ കൂടെ പറഞ്ഞേ ഉള്ളൂ എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു വിവരമില്ലെന്ന്. അപ്പൊ എന്നെക്കാളും പിറകിൽ ആൾക്കാരുണ്ടല്ലേ. ഹലോ മാഡം, ഇത് നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടില് താമസിക്കാൻ തുടങ്ങുമ്പോ ആ വീട്ടില് ആദ്യം അടുപ്പ് കത്തിക്കുമ്പോ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. വലിയ ധാരണയൊന്നുമില്ലല്ലേ? ചാറ്റ് GPT പറഞ്ഞു തന്നതായിരിക്കും. എക്സാക്ട്ലി. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ ചടങ്ങുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്കറിയില്ലായിരുന്നു. അത് മാത്രം ഞാൻ ചാറ്റ് GPTയോട് ചോദിച്ചു. മതി, ചാറ്റ് GPT വേറെന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്നെ സാരി ഉടുപ്പിച്ചതും ചാറ്റ് GPT പറഞ്ഞിട്ടായിരിക്കും അല്ലേ? ചെറുതായിട്ട്. എന്തിനാണ് കാന്താരി ഇതെല്ലാം ചെയ്യുന്നത്? അതെ, കല്യാണം കഴിഞ്ഞ ഒരുപാട് ചടങ്ങുണ്ടെന്ന് എനിക്കറിയാം. നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇവിടെ ഒരു അമ്മയില്ല, അച്ഛനില്ല. ചേച്ചിക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? തൽക്കാലം ഒരമ്മയായിട്ട് എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം. അമ്മയോ? നിന്നെ അഭിമോളായിട്ടല്ലേ കരുതുന്നത്? പിന്നെ ഞാനെങ്ങനെ നിന്നെ അമ്മയായിട്ട് കരുതുന്നത്? തൽക്കാലം ഈ താറാവ് കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാ മതി. ചേച്ചിയും തുടങ്ങിയോ? കുഞ്ഞാ, താങ്ക് യു. എന്തിന്? എല്ലാത്തിനും. ഇത്രത്തോളം എത്തിച്ചില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തില്ലേ, പിന്നെ നിന്റെ അഭിയെ എനിക്ക് തന്നില്ലേ, എല്ലാത്തിനും താങ്ക് യു. അയ്യോ, എന്റെ അഭിയെ ഞാൻ ആർക്കും കൊടുക്കില്ല. നിങ്ങളുടെ റാമിനെ അവന്റെ തനുവിനെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു. എന്റെ എല്ലാ ആഗ്രഹവും എന്റെ അഭി എനിക്ക് സാധിച്ചു തരാറുണ്ട്. പക്ഷെ അവന് വേണ്ടി എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയെ മാത്രമാണ്. അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവന്റെ അനിയത്തി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചേച്ചി, എന്റെ അഭി ഒരു പാവാ, ചേച്ചിയെ പോലെ തന്നെ. എനിക്കറിയാം രണ്ടുപേർക്കും നിങ്ങളുടെ കുട്ടിക്കാലം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അതെല്ലാം ഒരിക്കലും ഓർമ്മയിൽ വരാത്ത വിധം പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ചേക്കണേ. അവനെ തമാശക്കാണെങ്കിലും എപ്പോഴും എന്നോട് പറയുമായിരുന്നേ, എന്റെ തനു വന്നു കഴിഞ്ഞാ ഞാൻ നിന്നെ കെട്ടിച്ചു വിടും, പിന്നെ ഞങ്ങൾ 2 പേരും മാത്രമായിരിക്കും, നീ ഇടയ്ക്കൊക്കെ വന്നോ നിന്നോ, സന്തോഷത്തോടെ പൊക്കോ, പക്ഷേ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ഭാര്യയായിരിക്കും എന്നൊക്കെ. അങ്ങനെയായാലും കുഴപ്പമില്ല, ആക്ച്വലി അങ്ങനെ തന്നെ ആവണം. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു. എന്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് എന്റെ ഭാര്യ കഴിഞ്ഞിട്ട് നിങ്ങളുള്ളെന്ന്. അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. സത്യത്തിലും അഭിക്ക് അച്ഛന്റെ അതേ സ്വഭാവ. ഇപ്പൊ ഈ കാണിക്കുന്ന ജാട നോക്കണ്ട, അതവന്റെ പരിഭവം കാണിക്കുന്നതാ. ചേച്ചി ഈ പാല് ഗ്ലാസ് കൊണ്ട് ചെല്ലേ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്ത് ഫസ്റ്റ് നൈറ്റ്? നീ കുഞ്ഞു വായില് വലിയ കാര്യങ്ങൾ സംസാരിക്കണ്ട കേട്ടോ. ഇവിടെ എന്താ പൂജയോ? പാല് കാച്ചൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഈ രാത്രിയിലോ? അതെന്താ, രാത്രി പാല് കാച്ചൽ ചടങ്ങ് നടത്തിക്കൂടെ? ഇവിടെ പാല് കാച്ചൽ ചടങ്ങ് ഫസ്റ്റ് നൈറ്റ് ആണ്. അപ്പൊ പിന്നെ രാത്രി കാച്ചിയാ മതി. നീ പാല് കാച്ചൽ ചടങ്ങ് നടത്തിക്കോ, എന്നെ കാച്ചണ്ട. അവള് ഫസ്റ്റ് നൈറ്റ് നടത്താൻ നടക്കുന്നു. ഓഹോ, അങ്ങനെയായിരുന്നു. ചേച്ചി ഇന്ന് എന്റെ റൂമിൽ കിടന്നോട്ടോ. നീ ഇവിടെ പാല് കാച്ചിരുന്നു, പോയി വല്ലതും പഠിച്ചൂടെ? നാളെ നിനക്ക് കോളേജില്ലേ? പിന്നെ ഇന്നെന്റെ ചേട്ടന്റെ കല്യാണമായിട്ട് ഞാൻ ഇരുന്ന് പഠിക്കല്ലേ. ആ, ഇനിയിപ്പോ പഠിക്കണ്ട, പോയി കിടന്നുറങ്ങിക്കൂടെ? നാളെ കോളേജിൽ പോണ്ടേ? സമയം ഒത്തിരി ആയില്ലേ? ഓ, എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് ചേച്ചിയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങൾ പോയി കിടക്കട്ടെ എന്നാ. അതെങ്ങനെ ശരിയാവും? നീ പോയി കിടന്നോ. അയ്യോ, ഫസ്റ്റ് നൈറ്റ് ഒക്കെ മാറ്റി വെക്കാൻ പോവല്ലേ? നിന്റെ മൈൻഡ് ഒന്ന് സെറ്റ് ആവുന്നവരെ ചേച്ചി എന്റെ കൂടെ കിടന്നോ. എന്റെ മൈൻഡിന് എന്താ കുഴപ്പം? എന്റെ മൈൻഡിന് ഒരു കുഴപ്പമില്ല.
എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്, എന്നിട്ട് വിടാം. ഇങ്ങോട്ടോ, ഒരു കാര്യം പറയാനുണ്ട്. ചാടിറക്കാതെ റൂമിൽ പോയിരിക്കെ, ഞാൻ പാല് കൊടുത്തു വിടാം. ഓവറായാലും ചേച്ചി ഞാൻ വന്ന് കിടക്കും. പറഞ്ഞേക്കാം. അല്ല പിന്നെ അവൻ്റെ ഒരു ചാട. ഇതെന്താ പാലൊക്കെ? എനിക്ക് പാലിഷ്ടമല്ല. ആണോ? സാരല്ല, ഞാൻ കുടിച്ചോളാം. ഈ പള്ളിത്. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. നീ ഉറങ്ങാൻ പോവാണ്? പിന്നെ പിന്നെ രാത്രി എന്ത് ചെയ്യാനാ? ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആണോ? അതിന് താനോ? നിനക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? കുറച്ചു നേരം മുമ്പ് ഭയങ്കര പുച്ഛായിരുന്നല്ലോ. ഓ, നിനക്കെന്തൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ? എന്നിട്ട് കുഞ്ഞിനെ റൂമിലേക്ക് വിടാന്നാ പറഞ്ഞത്. അത് ശരിയാ, ഞാൻ മറന്നുപോയി. ആ, സംസാരിക്കും. അവളെ ഒതുക്കാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്? ഇതൊന്നും ആയിരുന്നില്ലല്ലോ മുഖഭാവം. മുഖത്തേക്കൊന്നും നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്ര നേരം ഞാനൊരാൾ ഇവിടെ ഉണ്ടെന്ന് നിനക്കറിയാമായിരുന്നു. തനു, ഐ ആം സോറി. നീ കല്യാണപ്പെണ്ണിലെ വേഷത്തിൽ മണ്ഡപത്തിലേക്ക് നടന്നു പോകുമ്പോഴും അവൻ്റെ കൂടെ ഇരുന്നപ്പോഴും നിന്റെ കണ്ണത്ത ദൂരത്ത് ഞാൻ എൻ്റെ ജീവിതം അവസാനിച്ച പോലെ എനിക്ക് തോന്നി. അങ്കിള് നിന്നോട് ചോദിച്ചപ്പോഴെങ്കിലും നീ എൻ്റെ അടുത്തേക്ക് ഓടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ നടന്നത് എന്തൊക്കെയാണെന്ന് സത്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അതൊക്കെ സത്യമാണെന്ന് തന്നെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. പക്ഷേ ബേബി നിന്റെ കഴുത്തിൽ താലി കെട്ടാനിരിക്കുമ്പോൾ ആ നാഗസ്വരത്തിൻ്റെ സൗണ്ട് മുറുകിയപ്പോൾ എൻ്റെ ചെങ്കിൽ എന്തോ കുത്തി ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവൻ തന്നെ നിലച്ച പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അവസാനത്തെ ഓർമ്മ പോലെ ആ വേദന മാത്രം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെ, മറ്റൊന്നും ഓർമ്മയില്ലാത്ത പോലെ, നീ എൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടോ അകന്നു പോയ പോലെ. ആ ആഘാതത്തിൽ നിന്ന് തിരിച്ചു വരാൻ ഞാൻ തന്നെ പാടുപെടുകയായിരുന്നു തനു. അതിനൊരിക്കലും സ്പേസ് വേണമായിരുന്നു. ശരിയാ, നിന്റെ മൗനം, അതിനോടുള്ളൊരു പരിഭവം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഓക്കെ ആയി. അറിയാറാം, നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല റിയാക്ട് ചെയ്യാൻ. നീ ആയതുകൊണ്ടാ ഞാനിത്ര ധൈര്യത്തിൽ നിന്നോട് സംസാരിച്ചത് തന്നെ. ഞാൻ കാരണം വേറെ ആരും വിഷമിക്കരുത് എന്നുണ്ടായിരുന്നു. അവനൊരു ഹോപ്പ് കൊടുത്തിട്ട് ചതിച്ചിട്ട് പോകരുത് എന്നുണ്ടായിരുന്നു. എന്റെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും ഒക്കെ എതിരായി സഞ്ചരിക്കുന്ന ഒരു വള്ളത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഞാൻ മൗനം പാലിച്ചു. സമയത്തോടടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ നിന്നും ഒരുപാട് അകലെയാണെന്ന്. അപ്പോ ഓടിയെന്ന് പറയാൻ എനിക്കിവരെ പറ്റില്ലെന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളും എന്റെ ചുറ്റിനും ഉണ്ടായിരുന്നില്ല. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ പറഞ്ഞേനെ, ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇതല്ലെന്ന്. എനിക്ക് ഈ കല്യാണം വേറെ ആരുടെയോ ഔദാര്യത്തിൽ നടക്കുന്ന ഒരു ചടങ്ങായിട്ടാ തോന്നിയത്. എനിക്ക് ഒട്ടും ആത്മബന്ധമില്ലാത്ത ആരൊക്കെ കൂടി ചേർന്ന് എന്നെ എങ്ങോട്ടോ പറഞ്ഞയക്കും പോലെ. ഒരു വേള കഴിഞ്ഞപ്പോ എല്ലാം ഒരു മരവിച്ച പോലെയേറാം. എന്റെ ചുറ്റുപാട് നടക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. എന്റെ ചുറ്റിൽ ഉയർന്ന ശബ്ദങ്ങളൊന്നും എന്റെ ചെവിയിലെത്തുന്നില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച മറുപടിയൊന്നും എന്റെ വായിൽ നിന്ന് ഉയരുന്നില്ലായിരുന്നു. എന്താണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെ? അതെല്ലാം തീർന്നില്ലേ? ഒന്നാലോചിച്ചാ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ തനുവിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടയുടനെ അവക്ക് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അപ്പോഴേ എല്ലാം സോൾവ് ആക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലേ.
എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച അവസ്ഥ കാരണം എനിക്ക് നിന്നെ പിന്നെ അന്വേഷിച്ച് വരാൻ പറ്റിയില്ല എന്നൊക്കെ തുറന്നു പറയണമായിരുന്നു. ഈ തുറന്നു പറച്ചിലില്ലാത്തതാ നമ്മുടെ ഇടയിൽ വന്ന പ്രശ്നം. തനു, ഇനി നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും എന്ത് തെറ്റ് നടന്നാലും നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നിനക്ക് എന്ത് ഫേസ് ചെയ്യേണ്ടി വന്നാലും എന്നെ വിഷമിപ്പിക്കണ്ട എന്ന പേരിൽ പോലും നീ അതെന്നോട് തുറന്നു പറയാതിരിക്കരുത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം അതാണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ പല ബന്ധങ്ങളും അകന്നു പോകുന്നത് നിനക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് നിന്റെ കുട്ടിക്കാലം തന്നെ നിനക്ക് നഷ്ടപ്പെട്ടതല്ലേ. ഇനി അങ്ങനെ ഉണ്ടാവരുത്. നീ പറഞ്ഞു വരുന്നത് അച്ഛനെ കുറിച്ചാണെങ്കിൽ ശരിയാ. ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം എനിക്ക് നിന്നെ നേടി തന്നതും ഒക്കെ അച്ഛനാ. എന്റെ ജീവിതം തന്നെ എനിക്ക് തിരിച്ചു തന്നു. പക്ഷെ അതൊന്നും എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ജീവിതത്തിന് പകരാവില്ല. എനിക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തിന് പകരാവില്ല. അച്ഛൻ ചെയ്തു തന്നതിനൊക്കെ നന്ദി പറയാൻ പോലും പറ്റിയില്ല. അതിലെനിക്ക് കുറ്റബോധമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചെന്നൊന്നും നീ വിചാരിക്കരുത്. തെറ്റിദ്ധരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അച്ഛനെയും നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയില്ല. സാർ എപ്പോഴും പറയാറുണ്ട്, നിന്നെ കുഞ്ഞുനാളിൽ നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ. പക്ഷേ അവരും അതുപോലെ ജീവിക്കാൻ മറന്നവരാണ്. നിന്നെ ശരിക്കും നോക്കാത്തതിന്റെ കുറ്റബോധം സാറിന് എപ്പോഴും ഉണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ അച്ഛൻ നിന്നെ വിളിക്കുമ്പോൾ നീ ശരിയായി സംസാരിക്കാറുണ്ടായിരുന്നോ? നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ലേ, അച്ഛൻ വിളിച്ചിരുന്നു, എനിക്ക് സംസാരിക്കാൻ തന്നെ തോന്നിയില്ല എന്നൊക്കെ. അപ്പോൾ നീയും അദ്ദേഹത്തിനൊരു ചാൻസ് കൊടുത്തില്ല. പക്ഷേ അന്ന് നീ കുഞ്ഞാണ്. ഒരവസരം കൊടുക്കാനുള്ള പക്വതയൊന്നും അന്നില്ല നിനക്ക്. പക്ഷേ ഇന്നങ്ങനെയല്ലല്ലോ. നിനക്ക് ഒരവസരം കൊടുത്തൂടെ? റാം, എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും എന്റെ അച്ഛൻ അമ്മയെ തിരിഞ്ഞു നോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ ലോകം മുഴുവൻ ഞാനായിരുന്നു. പിന്നെ അമ്മയുടെ ബിസിനസ്സും. അമ്മ എത്ര തിരക്കിലാണെങ്കിലും എന്റെ കാര്യങ്ങളെല്ലാം, എന്റെ പഠനം, എന്റെ ഉറക്കം, ഭക്ഷണം, അസുഖം, എന്ത് കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് അമ്മ നോക്കുമായിരുന്നു. വീടിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു എനിക്ക് എന്റെ അച്ഛൻ. എന്റെ അമ്മ മരിക്കുമ്പോ എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും ഒരുമിച്ച് നഷ്ടപ്പെട്ട പോലെയായിരുന്നു. എനിക്ക് രണ്ടും എന്റെ അമ്മയായിരുന്നു. അച്ഛന്റെ കഥയെല്ലാം നിനക്കറിയുന്നതല്ലേ. അച്ഛന്റെ പ്രണയം നഷ്ടപ്പെട്ടപ്പോ അമ്മയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അമ്മയ്ക്കും അതിലൊരു പരാതി ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. അതെന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അമ്മ മരിച്ചപ്പോ അച്ഛൻ രണ്ടാമതൊന്ന് കെട്ടി. അതൊന്നും തെറ്റില്ല, അതൊക്കെ വേണമെന്ന് താനും. അച്ഛൻ അന്ന് ചെറുപ്പമായിരുന്നല്ലോ. പക്ഷേ അപ്പോഴും അച്ഛന്റെ പ്രണയം കിട്ടിയില്ലല്ലോ. എന്നിട്ടും അവരെങ്ങനെ അച്ഛനെ സ്നേഹിക്കാൻ കഴിഞ്ഞു? അപ്പോ എന്റെ അമ്മയെ മാത്രം എന്തിനിങ്ങനെ അകറ്റി നിർത്തി? ആന്റിക്ക് എന്നെ ഒരു മകളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവര് പെട്ടെന്നൊരു കുടുംബമായി. ഞാൻ ആ കുടുംബത്തിൽ ആരും അല്ലാതായി. ഞാനൊരു ഹോസ്റ്റലിലേക്ക് മാറി. പിന്നീട് വരുന്ന ഡ്രസ്സുകളും ചോക്ലേറ്റും ഗിഫ്റ്റും വീക്കെൻഡ് വരുന്ന കോളും അത് മാത്രമായിരുന്നു എനിക്ക് എന്റെ അച്ഛൻ. ആ അച്ഛനോട് സംസാരിക്കാൻ എനിക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും? എനിക്ക് എങ്ങനെ ഒരു സ്പേസ് കൊടുക്കാൻ പറ്റും? പോട്ടെ, കഴിഞ്ഞ കാര്യമാണ്. ഞാനിപ്പോ നീ പറഞ്ഞ പോലെ പക്വതയുള്ള ഒരാളാണല്ലോ. അപ്പൊ എനിക്കതിനൊക്കെ ക്ഷമിക്കാൻ പറ്റും. പക്ഷേ എന്റെ അമ്മയോട് ചെയ്തതിന് അതിനെന്ത് എക്സ്പ്ലനേഷൻ ആണ് അച്ഛന് പറയാനുള്ളത്? എന്റെ അമ്മയുടെ എല്ലാ വിഷമവും കണ്ട ഒരു മകളെന്ന നിലയിൽ എനിക്ക് എങ്ങനെ ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റും? തനു, നീ പറഞ്ഞതൊക്കെ ശരിയാ. നീ ചോദിച്ചില്ലേ നിന്റെ അമ്മയെ ആക്സെപ്റ്റ് ചെയ്യാതെ എങ്ങനെ ഗീതാന്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ നിന്റെ അച്ഛന് കഴിഞ്ഞു എന്ന്? കാരണം എന്താണെന്നറിയോ? നിന്റെ അച്ഛൻ സ്നേഹിച്ചത് ഗീതാന്റി ആയിരുന്നു. നിന്റെ അമ്മയെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴേ നിന്റെ അമ്മ നിന്റെ അച്ഛനെ വിട്ടുപോയി. അന്ന് പിന്നീട് ഒരു കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഗീതാന്റിയുടെ പാരൻസ് ഒരു ആക്സിഡന്റിൽ പെട്ടതും അമ്മ മരിച്ച് അച്ഛൻ മരണശൈലിയിൽ കിടക്കുമ്പോൾ ഡിവോഴ്സായി വന്ന ഗീതാന്റിയെ അങ്കിളിനെ ഏൽപ്പിച്ചു. അവർക്കന്ന് ഒരു മകളുണ്ടായിരുന്നു, നിത്യ. അവരൊരു അമ്മയായതുകൊണ്ട് തന്നെ നിനക്കൊരു അമ്മയാകുമെന്ന് അങ്കിൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ആന്റി ഒന്നൊരു ഫാന്റസി വേൾഡിലായിരുന്നു. എത്ര കാത്തിരുന്നാലും നിനക്കൊരു നല്ല അമ്മയാവില്ല അവരെന്ന് തിരിച്ചറിഞ്ഞപ്പോ നിന്റെ അച്ഛൻ അങ്ങനെ ഒരു കുടുംബവും വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോഴേക്കും നിത്യയെ അങ്കിൾ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഡിവോഴ്സ് ആയില്ല. ഗീതാന്റി
ഒരു അൾട്രാ മോഡേൺ വുമൺ ആണെന്നേ ഉള്ളൂ. അല്ലാതെ അവരൊരു മോശപ്പെട്ട സ്ത്രീയൊന്നുമല്ല. ഒരു കുടുംബജീവിതം നിഷേധിച്ചിട്ടും അവരാരോടും പരാതി പറയാതെ അവരവരുടെ പ്രൊഫഷനിൽ മുഴുകി അങ്ങനെ ജീവിച്ചു പോന്നു. നിന്റെ അച്ഛൻ ബിസിനസ്സും പിന്നെ നിത്യയുടെയും കാര്യങ്ങൾ നോക്കി അങ്ങനെ ജീവിച്ചു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കുടുംബജീവിതം നിഷേധിക്കാന്ന് വെച്ചാൽ നിന്റെ അച്ഛനും അതെല്ലാം നഷ്ടപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നിത്യയുടെ കാര്യം മാത്രം നോക്കി അങ്ങ് ജീവിച്ചു. അപ്പോഴും നിന്റെ കാര്യം നോക്കിയില്ല എന്ന് നിനക്ക് പരാതി ഉണ്ടാവും. പക്ഷേ വിളിക്കാൻ വന്നപ്പോഴൊക്കെ നീ കൂടെ പോയിട്ടുണ്ടോ? നിന്നെ ഒരിക്കൽ പോലും നോക്കാത്ത ഒരാളുടെ കൂടെ നീ എങ്ങനെ പോവും? ഒരുപക്ഷെ നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് അവർ നല്ല ടേംസിലായിരുന്നില്ലല്ലോ. അപ്പോൾ നിന്നെ ചുറ്റിപ്പറ്റി എപ്പോഴും നിന്റെ അമ്മ ഉണ്ടാവുമ്പോൾ ചിലപ്പം നിന്റെ അടുത്തെത്താൻ നിന്റെ അച്ഛൻ ഇത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കും ആ അകലം വന്നത്. മരിച്ചു പോയപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിച്ചില്ല. അവര് തമ്മിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ഇല്ലെന്ന് നിന്നോട് അച്ഛനാണോ പറഞ്ഞേ? നിത്യ പറഞ്ഞേ. അവൾക്ക് നിന്റെ അച്ഛനെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷേ അവളുടെ അമ്മയോടും സ്നേഹം നിഷേധിച്ചതുകൊണ്ട് നിന്നെ പോലെ തന്നെ നല്ല പ്രതിഷേധമുണ്ട്. അപ്പൊ ഞാൻ ഇത്ര വലിയ പ്രശ്നക്കാരിയായിരുന്നു? നീ എന്ത് ചെയ്തിട്ടാ? എല്ലാവർക്കും നഷ്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇനി അത് വേണ്ട. എല്ലാം സോൾവ് ആവണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റാം? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിനക്കേ ചെയ്യാൻ പറ്റുമോ? ഇങ്ങ് അടുത്ത് വാ, ഒരു കാര്യം പറയട്ടെ. എന്താ? ഇങ്ങ് വാടി പെണ്ണ്. പക്ഷേ അതൊക്കെ ചിന്തിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് നാളെ പ്ലാൻ ചെയ്ത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ അല്ലേ? ആരാ നിനക്ക് സാരി എടുത്തു തന്നെ? ദൈവമേ, എനിക്ക് തോന്നി അവൾക്ക് സാരി എടുത്തു കൊടുക്കുന്നത് ഞാനാ. എന്നിട്ട് നീ അവളോട് സാരി എടുപ്പിച്ചോ? അവള് പറഞ്ഞല്ലോ അവൾ ഉടുക്കാറുണ്ടെന്ന്. ഉടുക്കും, റീൽസ് എടുക്കാൻ വേണ്ടി. മേൽഭാഗം മാത്രം, സ്ക്രീനിൽ കാണുന്ന ഭാഗം മാത്രം, ബാക്കിയൊന്നും അറിയില്ല. ഇത് കണ്ടില്ലേ? അതെ, ഇത്രയൊക്കെ മതി. ഏതായാലും ഇപ്പൊ അഴിച്ചു കളയാനുള്ളതല്ലേ. ഇന്നലെ ഉറങ്ങിയില്ല. ഗുഡ് നൈറ്റ്. വേണ്ട പ്ലീസ്. അതിന് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. നിനക്ക് ഉറങ്ങണം. എനിക്ക് നിന്നെ എടുത്ത് കൊണ്ട് കിടത്താനും കൂടെ പാടില്ലേ? അതേ പാടുള്ളൂ. ഇന്നത് മതി. ഒരു മാറ്റാവോ? വേണ്ട, അതിവിടെ എങ്ങും നിൽക്കില്ല. ഇതും കൂടെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തനു, ഇവിടെ വന്ന് കിടക്കറാം. നിനക്ക് സത്യത്തിൽ ഇപ്പൊ ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാ പിന്നെ ഉറങ്ങാല്ലേ? യോഗമില്ല, ഉറങ്ങിയേക്കാം. പുല്ല്, ഉറങ്ങാനും പറ്റും തോന്നില്ല. എന്നാലും ഈ സാധനം എത്ര കാലമായി എൻ്റെ ഉറക്കം കളയാൻ തുടങ്ങിയിട്ട്. ഇന്നെങ്കിലും അതിനെന്താ, ഇപ്പൊ എൻ്റെ അല്ലേ, എൻ്റെ മാത്രം. ഉറങ്ങിയോ? ഓ, ഈ മുഖം, കണ്ണ്, മൂക്ക്, ചുണ്ട്. ഉറങ്ങിയില്ലേ? അത് നീ എന്തിനാടി പേടിക്കുന്നത് കൊണ്ടാട്ടി? ഞാൻ ഉണർന്നു കിടക്കുകയാണെങ്കിലും നീ ധൈര്യമായിട്ട് ഉമ്മച്ചോ. ഉറങ്ങിയില്ലായിരുന്നു. ഒരു 70% ഉറങ്ങിയിരുന്നു. 70%?
അതെന്തൊരു ഉറക്കാ? എന്റെ ഉറക്കം മുഴുവൻ കളഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ഉറക്കമല്ലേ? ഇല്ല, എന്റെ ഉറക്കം പോയി. ആണോ? എന്നാ ഇനി നമുക്ക് പതുക്കെ ഉറങ്ങിയാ മതി. പൊന്നാ, നീ ശരിക്കും ഓക്കെ അല്ലേ? I deserve this. I need to know how you truly feel about me then. Spending the night in Dixon, 60-odd miles from a plan. Is it too late to learn to listen? Too late to be less a man. How many yesterdays are between us now? How many yesterdays are between us now? We carried it on. Covering miles as we go. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ പോലെ ഇനി ഞാൻ കമ്പനിയിലേക്ക് വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനല്ല അച്ഛാ, എനിക്കധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ റാമുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അച്ഛൻ തീരെ അങ്ങോട്ട് വരാതിരുന്ന അങ്ങനെ തീരെ വരില്ല എന്നല്ല. എന്റെ മക്കളെ കാണണമെങ്കിൽ എനിക്ക് വീട്ടിലോ ഓഫീസിലോ ഒക്കെ വരാലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. നിങ്ങളിന്ന് ഈവനിങ് അല്ലേ പോകുന്നുള്ളൂ? ആമിക്കുട്ടിയെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാളെ പോയാൽ മതിയായിരുന്നു. അവളെ വിളിച്ചതാ, വന്നില്ല. കുറച്ചു കാലമായിട്ട് പ്ലാനിങ്ങും എക്സിക്യൂഷനൊക്കെ ആയിട്ട് ബിസി ആയിരുന്നല്ലോ. പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ഇന്ന് ഈവനിങ്? എന്നാ പിന്നെ നിങ്ങൾക്കും കൂടെ ഇവിടെ നിൽക്കാലോ. അല്ല സർ, ഞങ്ങളിപ്പോൾ തന്നെ പോവും. പിന്നീട് ഒരിക്കൽ വരാം. ഇപ്പോൾ തനുവിന് സാറിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞത് കൊണ്ട് വന്നതാ. സാറോ? ഇതിപ്പം 3ാമത്തെ തവണയായി ഞാൻ പറയുന്നു എന്നെ സാറെന്ന് വിളിക്കരുതെന്ന്. ഇനിയും സാറെന്ന് വിളിച്ചാൽ എൻ്റെ മോളെ ഇവിടെ ആക്കിയിട്ട് പോകേണ്ടി വരും. എന്ന് നീ അച്ഛാന്ന് വിളിക്കാൻ പഠിക്കുന്നോ അന്ന് എൻ്റെ മോളെ കൊണ്ടുപോയിക്കോ. അയ്യോ, ഉടനെ മാറ്റിയേക്കാം. വിളിച്ച് ശീലിച്ചതുകൊണ്ട്. പക്ഷേ ഇനി ഇതിനെ ഞാൻ തിരിച്ചു വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛാന്ന് വിളിക്കാൻ പഠിക്കേ. പിന്നെ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് തിരിച്ചു തരാനല്ല എൻ്റെ മോളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നത്. പിന്നെ അവള് ഏറ്റവും ഹാപ്പിയാണ് ഇപ്പോൾ എന്ന് അവളെൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കിങ്ങനെ എന്നും കണ്ടാൽ മതി. ആൻറ്റിയുടെ ഇൻവിറ്റേഷൻ ഞാൻ ഇന്നാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇന്നാണല്ലേ പ്രോഗ്രാം. ഇന്ന് ഈവനിങ് വേറൊരു പ്ലാനിങ് ഉള്ളത് കൊണ്ട് മറ്റൊരു പ്രോഗ്രാമിന് ഞങ്ങൾ എന്തായാലും വരാം. അത് സാരമില്ല, ഇനി അടുത്ത പ്രോഗ്രാമിനെ മറക്കാതെ വന്നാൽ മതി. ഇപ്പോഴെന്തായാലും നിങ്ങളെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ ന്യൂലി മാരീഡ് കപ്പിൾസ് അല്ലേ? ഇപ്പൊ എൻജോയ് ചെയ്ത് നടക്കേണ്ട സമയമാണ്. നെക്സ്റ്റ് പ്രോഗ്രാമിനെ പക്ഷെ മറക്കാതെ വരണം കേട്ടോ. ഉറപ്പായിട്ടും വരും ആൻറ്റി. മമ്മി, ആഹാ, നിങ്ങളും വന്നോ? ഇതിപ്പോ ഫുൾ സർപ്രൈസ് ആണല്ലോ. ആ, ചേച്ചി അഭ്യർത്ഥന ഉണ്ടായിരുന്നോ? നിങ്ങളിപ്പോ വന്നു? 1.5 മണിക്കൂറായി കാണും. വാ, രണ്ടുപേരും ഇരിക്കേ. എന്താടി ഇത്ര വലിയ ഫോർമാലിറ്റി? കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നീ വലിയ കുടുംബിനിയായി മാറിയോ? എടാ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് ഒരു മാനേഴ്സാ, അല്ലാതെ ഫോർമാലിറ്റി അല്ല. വേണമെങ്കിൽ കഴിക്കേ. ആ,
ഇപ്പൊ കറക്റ്റായി. ഹായ് അബി. ഹായ്, ഞങ്ങൾ ജസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അത് സാരമില്ല, ഞങ്ങൾ കഴിച്ചിട്ടാ ഇറങ്ങി. ബിബി, ഇന്ന് നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്? പിന്നെന്താ, പ്ലാൻ ചേഞ്ച് ചെയ്തോ? അത് ചേഞ്ച് ചെയ്തു അങ്കിൾ. നിത്യക്ക് എന്തായാലും ഇന്ന് ആന്റിയുടെ കൂടെ പോകണ്ടേ, അപ്പോ നാളത്തേക്ക് മാറ്റി വെച്ചു. അതെന്തിനാ നിത്യ? ഞാൻ പറഞ്ഞല്ലേ എന്റെ കൂടെ വരണ്ടാന്ന്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലേ? നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ്. ഇനി നിന്റെ കൂട്ട് അവനാ. അവന്റെ കൂടെ പോകാൻ നോക്ക്. സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ആ മിടുക്ക് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിലും കാണിക്കണം. അല്ലെങ്കിൽ പിന്നീട് അതോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. മോളെന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? അച്ഛനെന്തെങ്കിലും തിരക്കുണ്ടോ? ഓഫീസിൽ പോകണം, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിപ്പോ ഇന്ന് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ, അച്ഛനെ തിരക്കൊന്നുമില്ല. എന്നാ പിന്നെ ആന്റിയുടെ കൂടെ പോയാലെന്താ? ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അച്ഛനെന്തിനാ ആന്റിയെ കല്യാണം കഴിച്ചേ? തനു മോളെ. എനിക്കറിയില്ല അച്ഛൻ എങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അച്ഛൻ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കില്ല. പക്ഷെ അച്ഛൻ അറിയാതെ ചെയ്യുന്ന പലതും തെറ്റാണ്. അത് ചിലരോട് കാണിക്കുന്ന ദ്രോഹമാണ് അച്ഛ. അറിയാൻ വൈകിപ്പോയി ഞാൻ. എന്റെ റാം ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും അറിയാതിരുന്നേനെ. അച്ഛ, ഇനിയെങ്കിലും അച്ഛൻ്റെ ഉള്ളിൽ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്നേഹം ഒന്ന് പുറത്ത് കാണിക്കേ. എനിക്കും നിത്യയ്ക്കും ഒക്കെ ഒരു ലൈഫായി. ഞങ്ങളിപ്പോ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നത്. അച്ഛനും ആന്റിയും അങ്ങനെ തന്നെ ഇരിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ 4 പേരും ഇപ്പൊ പോവും. പിന്നെ നിങ്ങൾ 2 പേരും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇനിയും സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. അച്ഛനൊന്ന് ചിന്തിക്കേ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാണ്. ആന്റി, പോവാല്ലേ? ഞങ്ങൾ പോയിട്ട് പിന്നീട് വരാം. പോയിട്ട് വാ, ഹാപ്പി ആയിട്ടിരിക്കും. ശരി ആന്റി. റാം, നിനക്കിന്ന് എന്തൊക്കെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പ്ലാൻ? ഇന്ന് ഒരുപാട് സമയമുണ്ടല്ലോ. നമുക്ക് ബീച്ചിലൊക്കെ പോയി, പാർക്കിലൊക്കെ പോയി, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ച് വീട്ടിലേക്ക് പോവാം. ബീച്ചോ? എനിക്കൊന്നും വേണ്ട. പിന്നെ ഷോപ്പിംഗ് പിന്നീട് കുഞ്ഞിനെ കൂട്ടി പോവാം. അന്ന് ഞാൻ വഴക്ക് കൂടി അവൾക്ക് ഇഷ്ടമുള്ള ചുരിദാർ വാങ്ങിയതല്ലേ. ഇനി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കണം. ഒരു പ്രായശ്ചിത്തായിക്കോട്ടെ. അമ്പടി, ആ കുട്ടി പിശാചിനെ ചാക്കിലാക്കാനുള്ള പുറപ്പാടാണല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ അവള് നിന്റെ സൈഡാ. എന്നാരും പറഞ്ഞു അവളെ ചാക്കിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവള് നിന്നെ പോലെ ഒന്നല്ല, സ്നേഹമുള്ള കൂട്ടത്തില. എന്റെ അമ്മേ, ഞാനൊരു നാത്തോൻ പോലെ പ്രതീക്ഷിച്ചു. ഇതിപ്പോ ചക്കരയാടയും പോലെ ആയല്ലോ. റാം, ഇന്നലെ അവൾ എന്നോട് പറഞ്ഞേ, എന്റെ അഭി പാവ, ചേച്ചിയെ പോലെ തന്നെ. രണ്ടുപേരും ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 2 പേരും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ചേക്കണേന്ന്. അവളെന്നോട് എന്റെ അഭി പാവ, അവനെ സങ്കടപ്പെടുത്തരുത്, സന്തോഷത്തോടെ നോക്കണം എന്നൊന്നും പറഞ്ഞില്ല. 2 പേരും ഒരുപോലെ സന്തോഷമായിട്ട് ഇരിക്കാൻ അവൾ എന്നോട് പറഞ്ഞേ. അപ്പോ അവൾ എന്നെ കൂടെ പരിഗണിക്കുന്നു എന്നല്ലേ ഞാൻ മനസ്സിലാക്കണ്ടേ? അത് അവളുടെ കഴിവൊന്നുമല്ല, എൻ്റെ കഴിവാ. ഞാനല്ലേ അവളെ വളർത്തിയേ. അപ്പൊ ഞാൻ ഓൾറെഡി ട്രെയിനിങ് കൊടുത്തിരുന്നു. അതുകൊണ്ടാ ഇപ്പൊ ഈ പരുവത്തിലായത്. വണ്ടി വിടുമോനെ? എങ്ങോട്ടാണ് വിടണ്ട മോളെ? വേറെ എവിടേക്കാ? നമ്മുടെ വീട്ടിലേക്ക്. വീട്ടിലേക്കോ? അതിന് രാത്രി പോയാ പോരെ? നമുക്ക് എവിടെങ്കിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നേ. അതെന്താ, വീട്ടില് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, പക്ഷേ വീട്ടിലാവുമ്പോ എനിക്ക് കുറച്ച് ഡിമാൻഡ് കൂടും. എന്ത് ഡിമാൻഡ്സ്? പലതും. ഇന്ന് ഏളി മോർണിംഗിന് നടന്നില്ലേ, ഏതാണ്ട് അതേപോലൊക്കെ തന്നെ. ഓക്കെ. ശരിക്കും
പിന്നെന്തിനാ ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു? അതിന് ഇത്ര എക്സ്പ്രഷൻ വേണോ? അല്ല, ഇന്നലെ ഇതൊന്നും കണ്ടില്ല. ആ, ഇന്നലെ എന്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുമായിരുന്നു. അതാ ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞ്. പിന്നെ ഏർലി മോർണിംഗ് ആയപ്പോ കുറച്ചൊക്കെ ഓക്കെ ആയി. പക്ഷേ ഞാൻ ഇത്ര ഹാപ്പി ആയിരുന്നില്ല. ഇന്നിപ്പോ ഒരു മഴ പെയ്ത് തോർന്ന പോലെ എന്റെ മനസ്സ് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വേണം. എക്സ്ക്യൂസ് മീ. എന്താ പന്നക്കടുവേ, എന്റെ വാക്കൊണ്ടോ എന്ന് പറയിപ്പിക്കല്ലേ. പറ. എനിക്ക് നിന്റെ വായ കൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ ഒരു മനസ്സുഖം. റാം, ഇപ്പൊ എല്ലാരും ഹാപ്പിയല്ലേ? ഞാനും ഹാപ്പിയാ. ഇപ്പൊ എനിക്കിവിടെ സ്വർഗം പോലെ തോന്നുന്നു. എന്റെ മനസ്സ് ആനന്ദം കൊണ്ട് എന്തോ അവസ്ഥയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് നിന്റെ കൂടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു. നിന്നിൽ അലിഞ്ഞു ചേരാൻ തോന്നുന്നു. And in the night in Dixon, 60-odd miles from a plan. Is it too late to learn to listen? പണേ. Too late to be less a man. How many yesterdays are between us now? എനിക്കൊരു 10 മിനിറ്റ് കൂടെ തരണം, വീട്ടിലെത്തട്ടെ. How many yesterdays are between us now? We carried it all, cobbling miles as we go, a line at a time, or a sad swan song, offering up purple prose. And I'd find you if I could, invite you to the final act. But I think it's understood nothing good can come of that.